Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. അങ്കമാലി നഗരസഭാ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയിലും വികസന മുരടിപ്പിലും പ്രതിഷേധം. LDFന്റെ നേതൃത്വത്തിൽ നഗരസഭാ കവാടത്തിന് മുൻപിൽ ഏകദിന സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. അങ്കമാലി നഗരസഭയിൽ UDF ഭരണസമിതി നിലവിൽ വന്ന് 4 വർഷം പിന്നിടുമ്പോൾ വികസന മുരടിപ്പാണ് അനന്തരഫലമെന്ന് LDF ആരോപിക്കുന്നു. ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. അധികാരം വീതം വയ്പും അഴിമതിയും മാത്രമാണ് നടക്കുന്നതെന്നും ഇടതുമുന്നണി ചൂണ്ടിക്കാട്ടി. നഗരസഭാ കവാടത്തിൽ LDFന്റെയും ഇടതു കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ നടത്തിയ ഏകദിന സത്യാഗ്രഹ സമരം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയുമായ ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. തങ്ങളുടേതായ വഴിക്ക് തന്നെ മുന്നോട്ട് പോകും. അവരെ തടയാൻ ആരും ശ്രമിക്കേണ്ടതില്ല എന്ന ഹുങ്ക് ഈ ഭരണസമിതിക്കുണ്ടെങ്കിൽ ഇപ്പോൾ ചുമതലയിലിരിക്കുന്ന ഭരണസമിതി അംഗങ്ങൾ മനസ്സിലാക്കേണ്ടത് ജനത്തിന്റെ കൈകളിലാണ് അധികാരം. അത് ശരിയാവണ്ണം ജനം വിനിയോഗിക്കാനെടുക്കുന്ന തീരുമാനമുണ്ടല്ലോ, ആ തീരുമാനം അത് നിങ്ങളെ വല്ലാതാക്കും. ഇപ്പൊ ശ്രീലങ്കയിൽ അവിടെ തികഞ്ഞ ഏകാധിപത്യ ഭരണ സംവിധാനമാണ് നടമാടിയിരുന്നത്. ജനങ്ങളുടെ ഒരുവിധ ആവശ്യങ്ങളും നിറവേറ്റാതെ അഴിമതിയും വലിയ കടക്കടിയിലും ശ്രീലങ്ക പെട്ടപ്പോഴാണ്, ജനങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു സേവനവും അവിടെ നിന്ന് ലഭിക്കാതെ വന്നപ്പോഴാണ് ജനങ്ങൾ ഇരച്ചു കയറി പ്രസിഡന്റിന്റെ കൊട്ടാരമടക്കം വളഞ്ഞ് അതിനകത്ത് കയറി പ്രസിഡന്റിന്റെ കൊട്ടാരത്തിനകത്തുള്ള സ്വിമ്മിംഗ് പൂളിൽ ആളുകൾ നീന്തി കുളിച്ച് വലിയ പ്രതിഷേധം ആ നിലക്ക് ആ രാജ്യത്ത് ഉയർന്നു വന്ന് അതിന്റെ തുടർച്ചയിലാണ് അവിടെ അവർക്ക് അധികാരം നഷ്ടപ്പെട്ട് പുതിയ ഭരണാധികാരി ഇപ്പോൾ അധികാരത്തിൽ വരികയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടുകയും ചെയ്തത്. ജനങ്ങളാണ് യഥാർത്ഥ അധികാരികളെന്ന് തിരിച്ചറിയാൻ മടിക്കുന്ന അങ്കമാലിയിലെ ഭരണ സംവിധാനത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ തെറ്റുതിരുത്താൻ തയ്യാറാകണം. നിരന്തരമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഈ മേഖലയിലെ വികസനവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നടത്തേണ്ടി വരുന്നത് നിങ്ങൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. 4 വർഷം മുമ്പാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണസമിതി അങ്കമാലി മുനിസിപ്പാലിറ്റി ഭരിച്ചിരുന്നു. അന്ന് ആ മുനിസിപ്പാലിറ്റി ഗ്രേസ് ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ആ മുനിസിപ്പൽ ഭരണം ഈ അങ്കമാലിയുടെ സമഗ്രമായ മുന്നേറ്റത്തിന് സഹായകരമായ കുറേയേറെ കാര്യങ്ങൾ ചെയ്തു. അന്ന് അവരുടെ ചില നീക്കങ്ങൾക്ക് പിന്തുണ കൊടുക്കാൻ അന്നൊരു നിയമസഭാംഗം എന്ന നിലയിൽ പലപ്പോഴും എനിക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ അതാകെ അട്ടിമറിച്ച് അതൊന്നുമല്ല തങ്ങൾക്ക് വേണ്ടത്, തങ്ങൾക്ക് തങ്ങളുടെ ഇഷ്ടമാണ് നടപ്പിലാക്കേണ്ടത് എന്ന നിലയിൽ ഇപ്പോൾ ചുമതലയുള്ള ഭരണാധികാരികൾ അത്തരമൊരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞല്ലോ, കേരളത്തിലെ പോലീസ് സേന, ആ പോലീസ് സേനയുടെ കൈവശമുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം. അത് നഗരസഭയുടെ ഭാഗമാക്കി നഗരസഭയുടെ ഒരു വലിയ പ്രോജക്റ്റിന് വേണ്ടി വിട്ടുകിട്ടാൻ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരും നഗരസഭാ ചെയർപേഴ്സണും അടക്കം ആഴ്ചയിൽ ഒരു ദിവസം എന്ന നിലക്കെങ്കിലും
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും സംസ്ഥാന ഭരണ നേതൃത്വത്തെയും കാണുകയും ഒടുവിൽ ആ സ്ഥലം നഗരസഭയ്ക്ക് അനുകൂലമായി തീരുമാനമെടുത്ത് വിട്ടുകൊടുക്കുന്നതിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ എന്ത് ചെയ്തു? പിന്നീട് അധികാരമാറ്റം ഉണ്ടായിക്കഴിഞ്ഞതിനെ തുടർന്ന് നഗരസഭാ ഭരണത്തിൽ വന്നവരെ സംബന്ധിച്ചിടത്തോളം എലി പുന്നല് കണ്ട പോലെ പോയി. അവർക്കത് എന്തിനു വേണ്ടി ഉപയോഗിക്കാം, എങ്ങനെയാ കൈകാര്യം ചെയ്യാൻ സംബന്ധിച്ച് യാതൊരു ധാരണയുമില്ലാതെ പോവുകയാണ്. ഇത് തന്നെയാണ് ഇവിടുത്തെ നിരവധിയായ പ്രശ്നങ്ങളിലും. അതുകൊണ്ട് അത് തിരുത്താൻ തയ്യാറാകണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിരുന്നുകൊണ്ട് നിർവഹിക്കുന്നത് അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് തന്നെയാണ്. അധികാര വികേന്ദ്രീകരണം വാക്കുകൊണ്ട് അല്ലെങ്കിൽ നിയമമുണ്ടാക്കി അങ്ങനെ ഭരണത്തിൽ വെക്കുകയല്ല ചെയ്തത്. അതിൻ്റെ യഥാർത്ഥ അവകാശികൾ ജനങ്ങളാണ്. അതുകൊണ്ട് അധികാരം ഏറ്റവും താഴെത്തട്ടിലുള്ളവർക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായ ഭരണ നടപടികൾ ആ നിലക്ക് സ്വീകരിക്കുകയാണ്. ഇപ്പോൾ തന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട നിരവധി സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട ജനനമരണ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള നിരവധിയായിട്ടുള്ള അവശ്യ രേഖകൾ അത് കിട്ടണമെങ്കിൽ മുനിസിപ്പൽ ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ പോകണ്ട. അതെല്ലാം ഒരു ദിവസത്തെ ജോലി പോലും കളയാതെ ഈ നാട്ടിലെ പൗരന് അവൻ അവകാശപ്പെട്ടത് കിട്ടുന്ന വണ്ണമുള്ള സംവിധാനം കേരളത്തിലെ ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇച്ഛാശക്തിയോട് നടപ്പിലാക്കിയിട്ടുണ്ട്. സുതാര്യമായി കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നതുകൊണ്ടാണ്. സുതാര്യത എന്ന് പറഞ്ഞാൽ അതിൽ ജനങ്ങൾക്ക് നീതി അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ വേഗത്തിൽ നിറവേറ്റുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. ഒരു അപേക്ഷ കൊടുത്തു, അപേക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ നാളെ വാ അല്ലെങ്കിൽ മറ്റന്നാൾ വാ എന്ന് പറയുക, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലുമ്പോൾ 2 ദിവസം കഴിഞ്ഞു വാ. ഇങ്ങനെ ആളുകളെ ഇട്ട് നടത്തിക്കുമ്പോൾ അപ്പോഴാണ് കാര്യം വേഗത്തിൽ സാധിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കൈക്കൂലി കൊടുക്കാൻ തീരുമാനിക്കുന്നത്. അത് അഴിമതിയായി മാറുന്നത്. അത് കണ്ടിട്ടാണ് പല ഉദ്യോഗസ്ഥന്മാരും കൈക്കൂലിക്കാരായി മാറുന്നത്. ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഗവൺമെന്റ്. ജനങ്ങൾക്ക് അധികാരം, ആ അധികാരം അവർക്ക് ഗുണപ്രദമായി ലഭ്യമാക്കണമെങ്കിൽ സുതാര്യത ഉറപ്പുവരുത്താൻ കഴിഞ്ഞ ആ സുതാര്യത ഉറപ്പുവരുത്തലിന്റെ ഫലമായിട്ടാണ് ഇത്തരം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനം വളരെ വേഗത്തിൽ ഒറ്റ നഗരമായി മാറിക്കൊണ്ടിരിക്കുക. ഇന്ന് പഞ്ചായത്ത് ഏതാണ് മുനിസിപ്പാലിറ്റി ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അങ്കമാലി മുനിസിപ്പാലിറ്റി തന്നെ രൂപീകൃതമായിട്ട് അധിക വർഷമൊന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ അധിക കാലമൊന്നും ആയിട്ടില്ല. അങ്ങനെ രൂപീകൃതമായ മുനിസിപ്പാലിറ്റി ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ മാറ്റപ്പെട്ട നഗരസഭയിൽ ആവശ്യം വേണ്ടതായ ബഹുജനങ്ങൾക്ക് ലഭിക്കേണ്ടതായ വികസന പ്രവർത്തനങ്ങൾ അവർക്ക് ലഭ്യമാക്കാനും അതിൻ്റെ ഉത്തരവാദിത്തം മുനിസിപ്പാലിറ്റിക്കുണ്ട്. ആ മുനിസിപ്പാലിറ്റി അത് നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പൊ സർക്കാർ അധികാരം താഴേക്ക് കൊടുക്കുമ്പോൾ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ചുമതല നിശ്ചയിച്ചിട്ടുണ്ട്. ആ ചുമതല മാത്രമല്ല, ചുമതല നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള വിഹിതം സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്ന് നഗരസഭകൾക്കും പഞ്ചായത്തുകൾക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുക എന്നുള്ളതോടൊപ്പം തന്നെ തനത് ഫണ്ട്, തനത് വരുമാനം വർദ്ധിപ്പിക്കണം. ആ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ അങ്കമാലി മുനിസിപ്പാലിറ്റി എത്ര കണ്ട് മുന്നേറിയിട്ടുണ്ട് എന്ന കാര്യം സംശയമാണ്. ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ വിവിധ വാർഡുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം ഏറ്റെടുത്തു നടത്താൻ ഈ തനത് വരുമാനമാണ് പ്രധാനമായി കാണേണ്ടത്. പക്ഷെ അക്കാര്യത്തിൽ അങ്കമാലി മുനിസിപ്പാലിറ്റി വേണ്ടത്ര മെച്ചപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത്. അതുപോലെ തന്നെ
വിവിധ സഹായങ്ങളോടുകൂടി അല്ലെങ്കിൽ സർക്കാരിന്റെ തന്നെ സഹായത്തോടു കൂടിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ, അത്തരം പദ്ധതികൾ നഗരസഭ ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അത് അങ്ങനെ ശ്രമിക്കുമ്പോൾ അത് സമയബന്ധിതമായി പൂർത്തീകരിച്ച് അതിന്റെ ഗുണഫലം ജനങ്ങൾക്ക് വേഗത്തിൽ ലഭ്യമാക്കാൻ ആവശ്യമായ എന്ത് തീരുമാനം എടുത്തിട്ടുള്ളത്? ഇതെല്ലാം നിലവിൽ ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം, നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അതിനൊന്നുമല്ല ഇവർ ശ്രമിക്കുന്നത്. ഇപ്പോ വരുന്ന നവംബർ മാസത്തിൽ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടക്കണം. 5 വർഷക്കാലം കൂടുമ്പോൾ നമ്മുടെ രാജ്യത്ത് കൃത്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നടക്കേണ്ട അല്ലെങ്കിൽ നടത്തുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. മറ്റു പല സംസ്ഥാനങ്ങളും അക്കാര്യത്തിനകത്ത് വലിയ വീഴ്ചകൾ സംഭവിച്ച് അത് നീട്ടിക്കൊണ്ടുപോവുകയോ നടത്താതിരിക്കുകയോ ചെയ്തിട്ടുണ്ട്. നഗരപാലിക നിയമത്തിലെയും പഞ്ചായത്ത് രാജ് ആക്ടിലെയും എല്ലാം പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം വളരെ കൃത്യതയോടെ നടപ്പിലാക്കുന്നത് മാത്രമല്ല, ഭരണഘടനക്കപ്പുറമായി ഭരണഘടന വിഭാവന ചെയ്യുന്നതിനേക്കാൾ കുറെ കൂടി ഇത്തരം കാര്യങ്ങളിൽ പുരോഗമനപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഈ കേരളം. അതിന്റെ ഭാഗമാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുള്ളത്. പഞ്ചായത്ത് രാജ് ആക്ടിലെ നഗരപാലിക നിയമത്തിനകത്ത് 33% മാത്രമാണ്. എന്നാൽ ഈ കേരളത്തിൽ 2006 ബഹുമാനപ്പെട്ട ജോസേട്ടനൊക്കെ മന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ് 50% സീറ്റുകൾ വനിതകൾക്കായി സംവരണം. സീറ്റുകൾ മാത്രമല്ല, അധ്യക്ഷ പദവി, പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മുനിസിപ്പൽ ചെയർമാന്റെയും ഒക്കെയുള്ള ആ അധ്യക്ഷ പദവിയിലും 50% വനിതകൾക്ക് എന്ന നിലയ്ക്ക് തീരുമാനമെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ കേരളം വലിയ തോതിൽ ഈ കാര്യത്തിനകത്ത് മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനനുസരിച്ച് അങ്കമാലി മേഖലയിലെ വിവിധ പ്രദേശങ്ങളിലെ പ്രശ്നങ്ങളെ കാണാനും മനസ്സിലാക്കാനും കഴിയണം. ഇവിടെ ഇപ്പോ ഒരു MLA ഉള്ളത്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വിദ്യാഭ്യാസവും ഉന്നത യോഗ്യതകളൊക്കെ ഉള്ള, ഇന്നിപ്പോൾ ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ മുഖ്യമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിയമസഭ കൂടുമ്പോൾ നിയമസഭക്കകത്ത് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർക്ക് നേരെ അനാവശ്യമായ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബഹളമുണ്ടാക്കി ബഹളത്തിന് പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുക എന്നതിനപ്പുറം ഈ അങ്കമാലി മണ്ഡലത്തിന്റെ ഏതെങ്കിലും പ്രശ്നങ്ങൾ അടിസ്ഥാനമാക്കി ഏതെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, ഏതെങ്കിലും വികസനാവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ അങ്ങനെ നിർവഹിച്ചിട്ടുണ്ടോ? അങ്കമാലി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഗതാഗതക്കുരുക്കാണ്. ആ ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിഹാര നിർദ്ദേശം അതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച് മറ്റിടങ്ങൾക്ക് മാതൃകയായി മാറ്റേണ്ടതല്ലേ? പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും ഒരു നിലപാടും അദ്ദേഹം സ്വീകരിക്കുന്നില്ല. ആരെയും പിണക്കാൻ ഞാൻ തയ്യാറല്ല എന്ന നിലപാട് സ്വീകരിക്കുക വഴി ഈ നാട്ടിൽ ഗതാഗതക്കുരുക്കടക്കമുള്ള പ്രശ്നങ്ങൾ അതിലൊക്കെയുണ്ടാകുകയാണ്. അപ്പോ ഒരു MLAയുടെ ഉത്തരവാദിത്വം എന്താണ്? ചിരിച്ച മുഖവുമായി വന്ന് ആ നിലക്ക് അതല്ല യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്. പൊതുപ്രവർത്തകൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിൽ ഇടപെടുകയും വേണം. ഓരോ മനുഷ്യന്റെ, ഇപ്പൊ മഹാത്മാഗാന്ധി തന്നെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, സമൂഹത്തിന്റെ ഏറ്റവും പിന്നിലിരിക്കുന്നവന്റെ കണ്ണുകളിൽ വെളിച്ചമെത്തുമ്പോഴാണ് നാട് സ്വതന്ത്രമാകുന്നതെന്നാണ്. വെളിച്ചമെത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിച്ചമർത്തപ്പെട്ടവനായ, പുറമ്പോക്കിൽ ജീവിക്കുന്നവനായ, അശരണനായ മനുഷ്യൻ, അവന് പ്രതീക്ഷയുടെയും അവന്റെ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമായതിന്റെയും വെളിച്ചം അവന്റെ കണ്ണുകളിൽ കിട്ടണം.
അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട് സ്വതന്ത്രമാകൂ. എന്നാൽ ഗാന്ധി ശിഷ്യന്മാർ എന്ന് പറയുന്നവർ, അഭിനവ ഗാന്ധി ശിഷ്യന്മാർ ഇന്ന് നമ്മുടെ രാജ്യത്തിനകത്തും നമ്മുടെ സംസ്ഥാനത്തിനകത്തും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിന് പകരം ജനവിരുദ്ധമായി സമ്പന്ന താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ, അങ്ങനെ നിർവഹിക്കുന്നതിന്റെയും ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഹിതം എന്ന് പറയുന്നത് നികുതിയാണ്. അത്തരത്തിൽ നികുതി അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കുറ്റകരമായ അനാസ്ഥയും കേന്ദ്ര സർക്കാർ അനുകൂലമായ സമീപനം സ്വീകരിക്കാതെ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം BJP സർക്കാരിന് അനുകൂലമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ നോക്കി പുച്ഛിക്കുന്ന, ജനങ്ങളെ അവരാണ് കുറ്റക്കാരെന്ന് സമീപനം സ്വീകരിക്കുന്ന നിലപാടാണ് കേരളത്തിലെ UDF എന്ന് പറയുന്ന പ്രസ്ഥാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരസഭാ മുൻ ചെയർമാനും ജനതാദൾ സംസ്ഥാന സെക്രട്ടറിയുമായ ബെന്നി മൂഞ്ഞേലി അധ്യക്ഷനായിരുന്നു. മുൻ മന്ത്രി അഡ്വക്കേറ്റ് ജോസറ്റയിൽ, CPM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KK ഷിബു, ഏരിയ സെക്രട്ടറി KP രജീഷ്, LDF നേതാക്കളായ M മുകേഷ്, MS ചന്ദ്രബോസ്, OG കിഷോർ, ജെയ്സൺ പാനിക്കുളങ്ങര, മാർട്ടിൻ B മുണ്ടാടൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TY ഏലിയാസ്, LDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറി PN ജോഷി, മുൻ വൈസ് ചെയർമാൻ സജി വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.